ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇബ്ലീസ് കുർസിനെ കാട്ടിടും ബദരി സങ്കടങ്ങളെല്ലാം മാറ്റിത്തരട്ടെ വിഷമല്ല നമുക്ക് തരാതിരിക്കട്ടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലാഹുവിന്റെ റസൂലിന് ഒരുപാട് കൂടെ നടന്നിട്ടുണ്ട് നല്ലപോലെ റസൂലുള്ളാഹിന്റെ കൂടെ ആര് നടന്നിട്ടുണ്ട് അബൂബക്കർ തങ്ങളെ റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞപ്പോഴും റസൂലുള്ളാഹിനെ കല്ലെന്ന് വിളിച്ചപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് കൂടെ വേട്ടയാടിയപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഏക ഇലാഹുണ്ട് നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒരുപാട് ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു അവന് കള്ളനാണ് അല്ലെ നിങ്ങൾ കേട്ടില്ലേ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആദ്യം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചതാരാ നിങ്ങൾ പറഞ്ഞാണ് അതാണ് അബൂബക്കർ അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യം വിശ്വസിച്ചതാരാ അലി റളിയല്ലാഹു അൻഹു നിങ്ങൾ പത്രത്തിൽ പഠിച്ച് ആരാ അള്ളാഹുവിന്റെ റസൂലിനെ പറയും അബൂബക്കറും ഫി അലി റളിയല്ലാഹു അൻഹു നിങ്ങളൊന്നും കേൾക്കാനല്ലേ ആദ്യമായിക്കൊണ്ട് ആണുങ്ങളെ കൂട്ടത്തിലും പെണ്ണുങ്ങളെ കൂട്ടത്തിലും ആദ്യമായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചത് ഖദീജത്തുൽ കുബ്ര. അതാണ് ആണുങ്ങളെ കൂട്ടത്തിലാണ് ആദ്യമായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഫ്ളലുൽ മഖ്ലൂഖീൻ. നിങ്ങളെ പഠിച്ചോ നിങ്ങൾ പറഞ്ഞത് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു വിജയം അല്ലാഹു നൽകട്ടെ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ വരെ മേലെ കൊടക്കാടിന്റെ ഗേറ്റ് തുറന്നിട്ടിരുന്നു. പിന്നെ നാളെ മുതൽ പൂട്ടിട്ടുണ്ട്. ഇത്ര ജനങ്ങള് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സത്യം മാത്രമേ ഇതുള്ളൂ അല്ലേ? സത്യം മാത്രം. അൽഹംദുലില്ലാ. ഇപ്പൊ നമ്മളെ ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹിഫ്ള് കോളേജ് തുടങ്ങിയാണ്. നമ്മളെ മക്കളെ അല്ലെ പെൺകുട്ടികൾക്കുള്ള ഹിഫ്ള് കോളേജ് നൂറെ ഹബീബ് തുടങ്ങിയാണ്. പിന്നെ ഒരുപാട് യത്തീം മക്കളെ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത ഒരു കുടുംബം ഇപ്പൊ അടുത്ത് ഒരു 3 മക്കളുള്ള ഒരു പെണ്ണ് പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരാൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവനെന്തോ മോശപ്പെട്ട് പറഞ്ഞു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു 10 കുടുംബം നമ്മൾ ഒരുപാട് എത്തിയ മക്കൾ നോക്കുന്നുണ്ട്. ഒരുപാട് എത്തിയ കുടുംബങ്ങള്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 10 കുടുംബത്തിനും പാട് ഏറ്റെടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. എത്ര 10 കുടുംബം. അതിൽ കുറെ മാനദണ്ഡങ്ങളുണ്ട്. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. അപ്പോ അതിലെ മാനദണ്ഡം എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾ 2-3 പെൺകുട്ടികളുള്ള കുടുംബത്തിന് ആൺകുട്ടികൾക്ക് കുറച്ച് പ്രായം 13 വയസ്സിൽ കൂടുതൽ ആൺകുട്ടികൾ ഉണ്ടാവില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് സന്തോഷം അള്ളാഹു നൽകട്ടെ. കഞ്ഞി തരിയോ ഉണ്ടാവോ? കഞ്ഞി കുടിക്കാൻ ചായ കുടിച്ചിക്കണം. അനൽപ്പാപ്പന്റെ അമ്മത്തുനിന്ന് ചായ കുടിച്ചോ? ഇവിടുന്ന് കുടിച്ചോ? കുടിക്കണം കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മൊബൈൽ മാത്രം ഞാൻ തന്നെ ഉള്ളൂ. എന്നെ കൊണ്ടപ്പോ യൂട്യൂബ് ജീവിക്കുന്നത്. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പേടിക്കാത്ത ഒരാളാണ്. ഞാൻ അള്ളാഹിനെ മാത്രമേ പേടിക്കുള്ളൂ. വേറെ മഹലൊക്കെ ഞാൻ എന്തില്ല, അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. തെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? പേടിക്കണം. തെറ്റ് ചെയ്യാത്ത കാലത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ഓലൊക്കെ ലക്ഷ്യം എന്താ അറിയോ? ഓലെ യൂട്യൂബിന്റെ എന്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പൈസക്കാരനാണോ എന്നാ എന്റെ ഫോട്ടോ വെച്ച് യൂട്യൂബിന്റെ ആയിക്കോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കേൾക്കണം. ഞാൻ എന്താ പറയുക, കണ്ണേർ ബാത്തിലാക്കാൻ വന്നോലുണ്ടല്ലോ, ഈ ദുആ